ഈ കാശ് പിടിച്ചേ. ഇതെന്തിനാ തരുന്നതെന്നറിയോ? ഒരു മോക്കും പ്രായപൂർത്തിയായ ഒരു കുട്ടിയൊക്കെ ഇനി ഇവിടുത്തെ അവസ്ഥ വരരുത്. ഇതിൽ നിരങ്ങണ കാര്യം ആലോചിച്ച ദൈവം തമ്പുരാ ഇറങ്ങി വരുന്നത് സാറേ. എന്നൊരു കാര്യം ആലോചിച്ച് പോയതാ. എന്റെ കൂടെ പെർപ്പൊന്നും പറഞ്ഞിട്ട് ഞാൻ ചാണാക്കുഴിയിൽ നിറങ്ങി ജീവിക്കണോളാണ്. ഞാൻ പോണ ബാത്റൂം കഥകൊന്നില്ല. കഥയില്ല. ഇതിൽ നിരങ്ങണ കാര്യം ആലോചിച്ച ദൈവം തമ്പുരാ ഇറങ്ങി വരുന്നത് സാറേ. അത്ര വേദന തിന്നിട്ട് ഞാൻ ഇതിൽ കൂടെ ഒക്കെ നിരങ്ങി. ചേച്ചി ഒറ്റയ്ക്ക് ഇങ്ങനെ നിരങ്ങി പോണം അല്ലേ ചേച്ചി? മോളുള്ള ദിവസമായതുകൊണ്ടാണോ ഇന്ന് സഹായിച്ചത്? അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്ക് നിരങ്ങിയാണോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? മോളുണ്ടെങ്കിൽ പിന്നെ സഹായിക്കും, പിന്നെ ചേട്ടനും വന്നിട്ട് സഹായിക്കും. ഇതാണ് ജീവിതം. നിങ്ങൾ ചിന്തിച്ചോണം. അപ്പം നിരങ്ങി വേണം ഇവർക്ക് മുന്നോട്ട് പോകാൻ. ബാത്റൂമിൽ പോലും പോകാൻ ഉള്ള ഒരു ആവതില്ല ഈ ചേച്ചി. ഇവരുടെ വീടിന്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. ഇടിഞ്ഞു വീഴാറായ വീടാണിത്. ഇവർക്ക് ബാത്റൂം ഇല്ല, വെള്ളമില്ല. ഉള്ള വെള്ളം ഉപയോഗിക്കുന്ന കിണറാണെങ്കിൽ ഇവിടുത്തെ ഉടമസ്ഥൻ മൂടാൻ പോവാണ്. കാലിന് വെറുതെ തരിപ്പായി തുടങ്ങിയത്. കല്യാണം കഴിഞ്ഞ ഒരു 6 മാസമായി ഇപ്പൊ വെറുതെ തരിപ്പായി തുടങ്ങിയതാ. പിന്നെ പെട്ടെന്ന് തന്നെ തളർന്നു. തിരുവനന്തപുരത്തേക്ക് പോയി. അവിടെ പോയിട്ട് ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടേക്കെന്ന് പറഞ്ഞു 1.5 മാസം കിടന്നു ഞാൻ അവിടെ. ഞാൻ പോണ ബാത്റൂം കഥകൊന്നില്ല. കഥയില്ല. പാവമുണ്ട് ഇത് പറയുന്ന കേട്ടോ. 21 വയസ്സുള്ള കൊച്ചു പറയുന്ന കേട്ടോ, ഇതാണ് അച്ഛാ ഞാൻ പോകുന്ന ബാത്റൂം. കഥകില്ല, ഒന്നുമില്ല. എങ്ങനെ ഈ കൊച്ചു ഇവിടെ നേരച്ച് എന്നാ പറയാ? അപ്പൊ ഇതാണ് കരയണ്ട മോളെ. അതിനല്ലേ അച്ഛൻ ഓടി വന്നത്. ഒരാൾ കരയുമ്പോൾ എൻ്റെ നെഞ്ച് കത്തും. മനസ്സിലായി? എനിക്കറിയാം വിഷമം കൊണ്ട് ആ കൊച്ചു കരയുന്നത്. കണ്ടോണം, നിങ്ങൾ കണ്ട് പഠിക്കണം. നമ്മൾ എന്നാ പറയാ, ഒരു കൊച്ചുങ്ങൾ പ്രായം കഴിഞ്ഞാൽ എവിടെ വിടണം, ഏത് വിദേശത്ത് എവിടെ വിടണം എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു ബാത്റൂം പോലും ഉപയോഗിക്കാം. അതായത് ഒന്ന് രാത്രിക്ക് ഇറങ്ങി ബാത്റൂമിൽ പോലും പോകാനുള്ള അവസ്ഥയില്ലാതെയാണ് ഈ മോള് കരയുന്നത്. ഈ കൊച്ചിൻ്റെ കണ്ണീന്ന് വരുന്ന കരച്ചിൽ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഒന്ന് കാണണം. നമുക്ക് എന്നാലേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. അപ്പൊ എനിക്ക് ബാത്റൂം ഇല്ലാന്ന് കേട്ടപ്പോ തന്നെ 21 ബാത്റൂമിൽ തന്നെയല്ല, ഒന്നുമില്ല. അടക്കളയായിരുന്നു അത് ഇടിഞ്ഞു പൊളിഞ്ഞു. ഇപ്പൊ ഇവിടെ ചോറൊക്കെ വെക്കണ കണ്ടില്ല സാറേ. ഇവിടെ ഞാൻ കൊടുക്കാം, അവിടെ മോൻ കൊടുക്കാം. എന്നും മാതാവിന് മുമ്പിൽ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായുള്ളൂ. അച്ഛൻ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം അച്ഛായിരുന്നു. ചേച്ചി തൃശ്ശൂരുള്ള ചേച്ചി പ്രാർത്ഥിച്ചില്ലേ മാതാവെ എങ്ങനെയെങ്കിലും അച്ഛനെ ഇവിടെ എത്തിക്കണമെന്ന്? അപ്പൊ എത്രയോ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ എല്ലാ ഇടയ്ക്കും ഞാൻ ചേച്ചിയുടെ അടുത്ത് വന്നില്ലേ. ഒത്തിരി അപേക്ഷകൾ എനിക്ക് വരുന്നുണ്ട്. കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി അപേക്ഷകൾ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എൻ്റെ വരുമാനത്തിൽ നിന്നാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കും ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. അതിൽ നിന്നൊക്കെ കുറേ അപേക്ഷകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം എന്നെ ഒരു പരിധി കൂടെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ വരുമാനത്തിൽ നിന്നാണ് ചെയ്യുന്നത്. എന്നാലും ദൈവം എന്നെ പല സ്ഥലങ്ങളിലേക്കും കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എന്നെ വിടുന്നുണ്ട്. ദൈവം ഏതായാലും പല സ്ഥലത്തും എന്നെ എത്തിക്കുന്നുണ്ട് അല്ലേ? അത്ര രാത്രിയായിട്ട് 2 സീരിയസ് രോഗികളെ കാണാൻ തൃശ്ശൂർ വന്നു. അത് എത്ര രാത്രിയായാലും തൃശ്ശൂരായാലും കാസർഗോഡായാലും അച്ഛൻ ചെല്ലും കേട്ടോ. അച്ഛൻ ചെല്ലുന്ന എനിക്കറിയാം. അതെല്ലാം ഞാൻ ധൈര്യമായിട്ട് അച്ഛന് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങള് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് ഞാൻ കേട്ടു. ഇന്നലത്തെ ചോറാണോ കഴിച്ചത്? ഇന്നൊന്നും കഴിക്കാൻ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. എവിടെ വെച്ചാ ഉണ്ടാക്കുന്നേ? ഇതാണോ അടുപ്പ്? ഈ കാണുന്നതാണോ അടുപ്പ്? പ്രായപൂർത്തിയായ ഒരു മോക്ക് ബാത്റൂമിൽ പോകാൻ പോലുള്ള സൗകര്യമില്ല, വീടില്ല, കിടന്നുറങ്ങി കഥകില്ല. അത് ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ. ഈ വീടിന് കഥകില്ല. നിങ്ങൾ ഓർത്തോണം, രാത്രിക്ക് നമ്മൾ പൂട്ടിക്കഴിഞ്ഞാൽ ദൈവമേ തുറക്കോ എന്ന് വെച്ച് ഒരു 2 ലോക്കും കൂടെ നമ്മൾ ഫിറ്റ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് പ്രായം തികഞ്ഞ പെൺപിള്ളേരുള്ളപ്പോൾ ഉറപ്പായിട്ട് നമ്മളത് ചെയ്യും. ഈ വീട്ടിൽ കഥകില്ല ഈ വീടിന്. അതായത് ഈ വീട് എപ്പോഴാണ് താഴോട്ട് പോകുന്നതെന്ന് അറിയില്ല. ഈ കഥകും ഇല്ല, ബാത്റൂം ഇല്ല. ആ ബാത്റൂമിൽ പോകുന്ന ആ കൊച്ചിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. കരഞ്ഞോണ്ടാണ് ആ മോള് പറയുന്നത്, അച്ഛാ എനിക്ക് ബാത്റൂമിൽ പോകുന്നത്. ആ മനസ്സിലെ വിഷമം ആ കൊച്ചി പുറത്തേക്ക് പറഞ്ഞതാണ്. അമ്മ കരയണ്ട അമ്മ, അതിന് 2 പേരും കരയണ്ട. അച്ഛനില്ലേ? അച്ഛൻ അതിനല്ലേ മോളെ വന്നിരിക്കുന്നേ? ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളുടെ സന്തോഷമല്ലേ അച്ഛനെ കാണണ്ടേ? ഫുഡും എല്ലാം അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതുകൊണ്ടും മാറുന്നില്ല. നിങ്ങളെ ബാക്കി കാര്യങ്ങളും കൂടെ സഹായിക്കണ്ടേ? അമ്മ കരയണ്ട അമ്മ, എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ കൂടപ്പിറപ്പുകള്. ഈ കാശ് പിടിച്ചേ. ഇതെന്തിനാ തരുന്നതെന്നറിയോ? ഒരു മോക്കും പ്രായപൂർത്തിയായ ഒരു കുട്ടിയൊക്കെ ഇനി ഇവിടുത്തെ അവസ്ഥ വരരുത്. ഒത്തിരി ഒന്നും ചെയ്യാൻ അച്ഛനെ കൊണ്ട് പറ്റില്ല. പക്ഷെ ചെയ്യുന്ന അന്തസ്സോടെയും മാന്യമായിട്ട് ചെയ്യാൻ എനിക്കറിയാം. മനസ്സിലായി? ആരും നോക്കിയില്ലെങ്കിലും ഞാനുണ്ടാവും ഇവർക്ക്. മുളക്കത്തായി അത് വേണ്ട മോളെ, എനിക്ക് മനസ്സിലായി. കൊച്ചിന്റെ അവസ്ഥ മനസ്സിലായി. അച്ഛനുണ്ടല്ലോ, അച്ഛൻ ഉണ്ടല്ലോ. പിന്നെ എന്തിനാ കൊച്ചു കരയുന്നേ?
ഏതൊരു പെമ്മക്കളും ഏതൊരു ആമക്കളും വഴിയിലിറങ്ങാൻ അച്ഛൻ സമ്മതിക്കില്ല. തൻ്റെ ഇടത്തോടെ അച്ഛനുണ്ടാവും. ഈ കണ്ണുനീര് മതി, ഈ പ്രാർത്ഥന, നിങ്ങൾ ജനങ്ങളുടെ പ്രാർത്ഥന മതി അച്ഛനെ മുന്നോട്ട് പോകാൻ. അല്ലേ ചേച്ചി നിരങ്ങി ജീവിക്കുന്ന ചാണകക്കുഴിയിലല്ല, അന്തസ്സായിട്ട് ഒരു വീട്ടിൽ തന്നെ. ഒന്നുമില്ലെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ കഥയില്ലാത്ത വീട്ടിലും ബാത്റൂം ഇല്ലാത്ത വീട്ടിലും ഇത്രയും നാളും ജീവിക്കാൻ, ഈ പെങ്കൊച്ചിനെ കൊണ്ട് ജീവിക്കാൻ ചേച്ചിക്കുള്ള കഴിവില്ലേ? ആ മാനസികമായിട്ട് അത് ചേച്ചിക്ക് ജീവിക്കാൻ തോന്നിയില്ലേ? തൃശ്ശൂർ ഇങ്ങേ അറ്റത്ത് ഈ മൂലയ്ക്ക് വെള്ളം പോലും ഇല്ലാത്ത ഈ സ്ഥലത്തെത്തി ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കെല്ലാം ഒരുമിച്ച് നിൽക്കണം. നമുക്ക് ഇങ്ങനെയുള്ള കുടുംബങ്ങളെ രക്ഷിക്കണം. അച്ഛനുണ്ടാവും, നിങ്ങളൊപ്പം നിൽക്കുക. ഓക്കെ, ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നവരെ ബൈ ബൈ. അച്ഛൻ സ്കോൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ടോണി വർക്കിച്ചു.